ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സിമൻറ്റ് ചാക്കിനകത്ത് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിന്ന് ഒരു ബാഗ് എടുത്തിട്ട് പൊളിച്ച് നോക്കുകയാണേ. അതിനകത്ത് ഇഞ്ചി ഉണ്ടോ ഇല്ലയോ എന്താ സ്ഥിതി എന്നുള്ളത്. അപ്പോൾ ഞാനൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ വലിയ വളമൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ഒരു സിമൻറ്റ് ചാക്കിനകത്ത് കുറച്ച് മണ്ണ് നിറച്ച്, മണ്ണും കുറച്ച് കമ്പോസ്റ്റും കൂടെ നിറച്ച് ഇട്ടു, ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി വെച്ചതാണേ. അപ്പോൾ അതിനകത്ത് എത്രമാത്രം ഇഞ്ചി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനകത്ത് കുറച്ച് ഇഞ്ചി ഉണ്ടായിരുന്നുള്ളൂ. എന്തെന്ന് വെച്ചാൽ എനിക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലായത്, നമ്മൾ ഗ്രോ ബാഗിനകത്ത് വെച്ച് കഴിഞ്ഞാലും ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ആദ്യമേ നട്ട് ആ വർഷം എടുക്കാതെ പിന്നത്തെ വർഷം എടുക്കുകയെന്നുണ്ടെങ്കിൽ നിറയെ ആ ഗ്രോ ബാഗ് നിറയെ ഇഞ്ചി ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി ഒരു 2-3 കഷ്ണമെങ്കിലും വിത്തെങ്കിലും അതിന് ഒരു ഗ്രോ ബാഗിൽ നട്ടിരിക്കണം. എന്നാൽ ഗ്രോ ബാഗ് നിറച്ച് ഇഞ്ചി ഉണ്ടാവുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് പീസ് മാത്രമേ ഇതിനകത്ത് നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് എനിക്കിതാ ഇത്രയും ഇഞ്ചി കിട്ടിയത്. കുഞ്ഞ് പീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പീസാണേ. നമ്മളിപ്പോൾ ഒരു പിന്നെ മീൻകറിക്കൊക്കെ എടുക്കുന്ന ഇഞ്ചി വരൂലേ, അത്ര ഒരു പീസ്. ഒരു സാധാരണ ഒരു കുടുംബത്തിന് വേണ്ടുന്ന മീൻകറി ഉണ്ടാക്കുന്നതിനകത്ത് വരുന്ന ഒരു ചെറിയ പീസ്, ആ പീസാണ് ഞാൻ പിന്നെ നട്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും കിട്ടി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മൾ ഒരു 2-3 പീസെങ്കിലും, അതേപോലുള്ള 2-3 പീസെങ്കിലും നട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നിറച്ച് കിട്ടും. പിന്നെ കുറച്ച് ഇടവളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉണ്ടാവും. ഇതേമാതിരി ഇത്രയും ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ നട്ടിരുന്നത്. അതിൽ നിന്നാണ് ഇത്രയും കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ഈ വർഷം പുഴുവാതെ അടുത്ത വർഷത്തേക്ക് പിഴുതിരുന്നുണ്ടെങ്കിൽ ഈ വിത്തിൽ നിന്നെല്ലാം പൊട്ടിക്കിളിച്ചിട്ട് വേറെ ആ ഗ്രോ ബാഗ് നിറയെ നമുക്ക് ഇഞ്ചി കിട്ടിയേനെ. അപ്പോൾ എൻ്റെ അനുഭവത്തിലുള്ള കാര്യം ഞാൻ പറയുന്നത്, എല്ലാവരും ഇത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. എല്ലാവർക്കും ഗ്രോ ബാഗിലും പിന്നെ സിമൻറ്റ് ചാക്കിലും ഒക്കെ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ ഇത് നല്ല വിളവ് കിട്ടാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതിയാവും എന്ന എൻ്റെ അനുഭവം കേട്ടോ. ഈ ഗ്രോ ബാഗിലോ സിമൻറ്റ് ചാക്കിലോ ഒക്കെ ഇഞ്ചി നടുന്നവർ ഇത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.